ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റർഫറൻസ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം എ തിൻ ഫിലിം. തിൻ ഫിലിം എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇനി ഒരു തിൻ ഫിലിമിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു പോകുമ്പോൾ ആ ലൈറ്റ് വേവ്സ് തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഇൻ്റർഫറൻസ് പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്ന പാത്ത് ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് തിൻ ഫിലിം, അതായത് ഇത് ഫിലിമിൻ്റെ മുകൾ ഭാഗം, ഇത് ഫിലിമിൻ്റെ താഴത്തെ ഭാഗം. അപ്പോൾ ഇത്രയുമാണ് ഫിലിമിൻ്റെ തിക്നെസ്. നമ്മൾ കുറച്ച് എൻലാർജ് ചെയ്താണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ലൈറ്റ് വേവ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു, AB എന്നുള്ള വേവ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. ഇതാണ് ഫിലിമിലേക്കുള്ള നോർമൽ. BC എന്നുള്ള പാത്തിലൂടെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. I എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇനി ഫിലിമിൻ്റെ ഉള്ളിലേക്ക് ഒരു വേവ്ലെറ്റ് എന്ത് ചെയ്തു, മെർജ് ചെയ്ത് പോയി. അതാണ് BD. ഈ വേവ്ലെറ്റ് ഫിലിമിൻ്റെ താഴത്തെ ഭാഗത്ത് ചെന്ന് അവിടെ ഇൻസിഡൻറ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഫിലിം വളരെ തിന്നാണെങ്കിൽ ഫിലിമിൻ്റെ ഉള്ളിൽ ചെന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫിലിമിൻ്റെ മുകൾ ഭാഗത്ത് പോയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് റിഫ്രാക്റ്റ് ചെയ്ത് പോയി. ആ വേവാണ് EF. ഇപ്പോൾ ഫിലിമിൻ്റെ ഉള്ളിലുള്ള വേവ്ലെറ്റിൻ്റെ ഭാഗമാണ് BDE എന്ന് പറയുന്നത്. ഇത്രയും ഭാഗങ്ങളെല്ലാം ഫിലിമിൻ്റെ പുറത്താണ്, മുകൾ ഭാഗത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഇത്രയും സംഭവങ്ങൾ നടക്കുന്ന ഫിലിമിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി ഇത് ഫിലിമിൻ്റെ ഉൾഭാഗത്തുള്ള നോർമലാണ്. ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, R. അതുപോലെ നമ്മൾ ഈ ആംഗിൾ I ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചാൽ ഈ ആംഗിൾ I എന്ന് കിട്ടും. കാരണം ഈ ട്രയാങ്കിൾസ് ഒക്കെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഇത് എയറാണ്. ഇത് ഫിലിമിൻ്റെ ഉള്ളിലുള്ള ഭാഗമായതുകൊണ്ട് ഇത് ഫിലിമാണ്. അതുകൊണ്ട് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ രണ്ട് വേവ്ലെറ്റ്, ഫിലിമിൻ്റെ പുറത്തുള്ള രണ്ട് വേവ്ലെറ്റുമാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെയാണ് പാറ്റേൺ കിട്ടുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ ഈ രണ്ട് വേവ്ലെറ്റിൻ്റെ പാത്ത് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇതാണ് ഫസ്റ്റ് വേവിൻ്റെ പാത്ത് BC, സെക്കൻഡ് വേവിൻ്റെ പാത്ത് EF. അപ്പോൾ ഈ രണ്ട് വേവിൻ്റെ പാത്ത് ഡിഫറൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇതും ഒരേ, ഇവിടെ എത്തുമ്പോഴേക്കും ഇതും ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ വേവ് എക്സ്ട്രാ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് BH. അപ്പോൾ BC എന്ന് പറയുന്ന വേവ് EF എന്ന വേവിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്തതാണ് ഇത് BH. ഇനി അത് കൂടാതെ ഈ വേവ് എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങിയതാണ്, AB, ABDEF ആണ് അല്ലേ. അപ്പോൾ ഈ വേവിനേക്കാൾ എക്സ്ട്രാ ഇത്രയും പാത്ത് കൂടി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് BCയും EFും തമ്മിലുള്ള ടോട്ടൽ പാത്ത് ഡിഫറൻസ് പറയുന്നത് ഈ BDE എന്ന പാത്ത് മൈനസ് BH ആയിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ ഡിഫറൻസ് ഒന്ന് BH ആണ്, പിന്നെ ഒന്ന് ഇതാണ്. രണ്ടും കൂടെ മൈനസ് ചെയ്യുന്ന ടോട്ടൽ പാത്ത് ഡിഫറൻസ്. ഈ BDE എന്ന് പറയുന്ന പാത്ത് ഫിലിമിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടുള്ളൂ. പക്ഷേ രണ്ടാമത്തെ BH എന്ന് പറയുന്ന പാത്ത് എയറിലായതുകൊണ്ട് മ്യൂ 1 ആയതുകൊണ്ട് അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. രണ്ടിലും മ്യൂ ഉണ്ട്, പക്ഷേ ഇതിവിടെ 1 ആണ്. ടോട്ടൽ പാത്ത് ഡിഫറൻസ് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ്. ഈ BD എന്ന് പറയുന്നത് ഞാൻ BD പ്ലസ് DE എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് എൻ്റെ മ്യൂ മൈനസ് BH. നമ്മൾ BD എന്താ, DE എന്താ, BH എന്താണെന്നൊക്കെ കണ്ടുപിടിക്കണം. അത് ഞാൻ ആദ്യം ട്രയാങ്കിൾ BDG കൺസിഡർ ചെയ്തു. BDG ട്രയാങ്കിൾ BDG. അവിടെ നിന്ന് ഇത് ആംഗിൾ R ആണ്. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അകത്തേക്ക് പോയ ആംഗിൾ. ഇത് നോർമലാണ്. ഇത് R ആണെങ്കിൽ ഈ ആംഗിളും R ആയിരിക്കും അല്ലേ. ഇത് ഈ രണ്ട് ലൈൻസും പാരലലാണ്. അപ്പോൾ ഇത് R ആണ്. ഞാൻ അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, കോസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ R ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. ഇത് ഈ ഫിലിമിൻ്റെ തിക്നെസ് T ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് T/BD എന്ന് കിട്ടും. T/BD. BD is equal to എന്താ പറയുക, T/BD. D എടുത്തു കോസ് R, T/cos R. അപ്പം എനിക്ക് BD കിട്ടി. ഇനി DE കിട്ടണം. DE കിട്ടാൻ ഈ ആംഗിൾ കൺസിഡർ ചെയ്യുക. ഇവിടുന്ന് ഇത് R ആണെങ്കിൽ ഇത് R ആണ്. ഇത് ഞാൻ വരച്ചത് കുറച്ച് ചരിഞ്ഞുണ്ട്.
പക്ഷേ ഈ ആംഗിൾ ഇതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. ഇത് കുറച്ചൊരു ആക്ച്വലി ഇത് കുറച്ചൊന്ന് ഇങ്ങനെ വരയ്ക്കണമായിരുന്നു. ഞാൻ വരച്ചത് കുറച്ചൊന്ന് ചരിഞ്ഞുണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ അത് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, എനിവേ ഈ ഡി ജി ഇ എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? കോസാർ തന്നെ എടുത്തിട്ട് കോസാർ എടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് വെച്ചിട്ട് ഡി ഇ കിട്ടും. ഡി ഈസ് ഈക്വൽ ടു അഗൈൻ ടി ബൈ കോസാറിന് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ബി ഡിയിലും ഡി ഇയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ടി ബൈ കോസാർ പ്ലസ് ടി ബൈ കോസാർ ഇൻറ്റു മ്യൂ മൈനസ് ബി എച്ച്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 മ്യൂ ടി ബൈ കോസാർ മൈനസ് ബി എച്ച് കിട്ടും. ഇനി അടുത്തത് ബി എച്ച് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ബി ഇ എച്ച് എന്നുള്ള ആംഗിൾ കൺസിഡർ ചെയ്യുക. അതായത് ഈ ആംഗിൾ ബി ഇ എച്ച് എന്നുള്ള ആംഗിൾ കൺസിഡർ ചെയ്യുക. ആ ആംഗിളിൽ സൈൻ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിളിൽ. അപ്പോൾ ഇതിൽ സൈൻ ഐ ആണെങ്കിൽ ബി എച്ച് ഡിവൈഡ് ബൈ ബി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് ബി എച്ച് ഡിവൈഡ് ബൈ ബി ഇ. ബി എച്ച് ആണ് പറയുന്നത്. ബി എച്ച് ഇസ് ഈക്വൽ ടു ബി ഇ സൈൻ ഐ എന്ന് വരും. ബി ഇ സൈൻ ഐ. അപ്പോൾ നമുക്ക് ബി ഇ എന്താണെന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഫിഗറിലേക്ക് നോക്കുക. എന്താണ് ബി ഇ? ബി ഇ എന്ന് പറയുന്നത് ബി ജി പ്ലസ് ജി ഇ ആണ്. ബി ഇ പ്ലസ് ബി ജി പ്ലസ് ജി ഇ ആണ്. ബി ജി പ്ലസ് ജി ഇ ആണ് ബി ഇ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബി ജി എന്താണെന്നും ജി എന്താണെന്നും അറിയില്ല. അപ്പോൾ അതിന് വീണ്ടും ആംഗിൾ ബി ഡി ജി കൺസിഡർ ചെയ്യാം. ബി ഡി ജി. അപ്പോൾ ഇവിടെ നമ്മൾ ടാൻ ആർ എന്താണെന്ന് നോക്കുക. ടാൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, അതായത് ബി ജി ബൈ ഡി ജി. അതായത് ടാൻ ആർ എന്ന് പറഞ്ഞാൽ ബി ജി ബൈ ഡി ജി. ഈ ഡി ജി എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ്സാണ്. ടി വരും. സോ ബി ജി ബൈ ടി. ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബി ജി കിട്ടും ടി ഇൻറ്റു ടാൻ ആർ. ബി ജി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ടാൻ ആർ. ഇനി അടുത്ത് നമുക്ക് ജി ഇ കണ്ടുപിടിക്കണം. ജി കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ടാൻ ആർ എടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ജി ഇ ഡിവൈഡ് ബൈ ഡി ഇ കിട്ടും. സോറി, ഡി ജി കിട്ടും. ജി ഇ ആണ് ഡി ജി എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ ടാൻ ആർ ഇസ് ഈക്വൽ ടു ജി ഇ ബൈ ടി. ജി ഇന്ന് ടി ടാൻ. പിന്നെ ഇത് രണ്ടും കൂടെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബി ഇ കിട്ടും. ബി ഈസ് ഈക്വൽ ടു ടി ടാൻ ആർ പ്ലസ് ടി ടാൻ ആർ. രണ്ടും കൂടെ 2 ടി ടാൻ ആർ ആണ്. ഈ ഇക്വേഷന് വീണ്ടും നമുക്ക് വേണ്ടത് ബി എച്ച് ആയിരുന്നു. ടു ഫൈൻഡ് ബി എച്ച് ആണ്. ബി ഇ സൈൻ ഐ ബി ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബി എച്ച് ഇസ് ഈക്വൽ ടു ബി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയത് 2 ടി ടാൻ ആർ എന്നാണ് കിട്ടിയത് സൈൻ. അപ്പോൾ ഈ ബി എച്ചിന് നമ്മൾ ബി എച്ച് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മുടെ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷനിൽ ബി എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 മ്യൂ ടി ബൈ കോസ് ആർ മൈനസ് ബി എച്ച്. ബി എച്ച് നമുക്ക് കിട്ടി 2 ടി ടാൻ ആർ സൈൻ ഐ. ഇനി ഇതിൽ ഈ ടാൻ ആറിനെ ഞാൻ സൈൻ ആർ ബൈ കോസ് ആറിന് എഴുതി. സൈൻ ഐയെ ഞാൻ സൈൻ ഐ ഇസ് ഈക്വൽ ടു മ്യൂ സൈൻ ആർ എന്ന് സ്നെൽസ് ലോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറന്നു പോയി നോക്കുക. സ്നെൽസ് ലോ വെച്ചിട്ട് സൈൻ ഐക്ക് മ്യൂ സൈൻ ആറിനും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ ഇസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 2 മ്യൂ ടി ബൈ കോസ് ആർ സൈൻ ഐക്ക് 2 മ്യൂ ആറിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മ്യൂ ഇവിടെ വരും. സൈൻ ആർ ഇൻറ്റു സൈൻ ആർ സൈൻ സ്ക്വയർ ആർ. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 2 മ്യൂ ടി ബൈ കോസ് ആർ സൈൻ സ്ക്വയർ ആറിന് കിട്ടും. ഇവിടെ നിന്ന് ഞാൻ 2 മ്യൂ ടി ബൈ കോസ് ആർ പുറത്തെടുക്കുന്നു. 1 മൈനസ് സൈൻ സ്ക്വയർ ആർ ആകത്തുണ്ട്. 1 മൈനസ് സൈൻ സ്ക്വയർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ആർ ആണ്. ഒരു കോസ് ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന കോസ്. സോ ദിസ് ഈസ് ദി പാത്ത് ലെങ്ത്. അപ്പോൾ ഒരു തിൻ ഫിലിമിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റിൻ്റെ പാത്ത് ലെങ്ത്താണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ഇക്വേഷനിലാണ് നമ്മൾ കൊടുത്തത്.
സൈൻ ഐക്ക് മ്യൂ സൈൻ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മ്യൂ വരും. ഈ സൈനും കൂടെ സൈൻ സ്ക്വയർ. അപ്പോൾ 2 ഈ മ്യൂ ഇൻറ്റു ടി സൈൻ ഇൻറ്റു സൈൻ സ്ക്വയർ ആർ ഡിവൈഡ് ബൈ കോസ് ആർ എന്ന് അറേഞ്ച് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വേണ്ടത് തിൻ ഫിലിമുണ്ട്. ഒരു ഫിലിമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേപ്പർ ഒരു ഫിലിമായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതിനേക്കാൾ തിക്നെസ് കുറവായിരിക്കും തിൻ ഫിലിമിന്. അപ്പോൾ ഈ പേപ്പറിൻ്റെ ഇത് ഇവിടെ വന്ന് പേപ്പറിൽ ഒരു ലൈറ്റ് വേവ് ഒന്ന് വീണായിട്ട് വരിക. അതിൻ്റെ ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോയി മറ്റൊരു പാർട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു റിഫ്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഈ തിക്നെസ്സിനാണ് നമ്മൾ ടി എടുത്തത്. ഇതിൻ്റെ എഡ്ജ് ഞാൻ ടി എന്ന് വലുതാക്കി വരച്ചത്. അപ്പോൾ പുറത്തേക്ക് പോയി ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോയി മറ്റൊരു പാർട്ട് റിഫ്രാക്റ്റ് ചെയ്ത് ഇവിടെ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. ഈ രണ്ട് വേവ്ലെങ്ത്സുമാണ് ഇൻ്റർഫിയർ ചെയ്ത് ഇവിടെ ഫ്രിഞ്ച് കിട്ടുന്നത്, ബാൻഡ്സ്. ഇനി ഇവ രണ്ടുപേരും തമ്മിലുള്ള വേവ് പാത്ത് ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവ രണ്ടുപേരും തമ്മിലുള്ള ഒരു പാത്ത് ഡിഫറൻസ് ഇതാണ്. ഈ രണ്ട് വേവ്സും ഇത് സെയിം ഡിസ്റ്റൻസ് ആണ്. എക്സ്ട്രാ ഇതാണ്. പിന്നെ ഒരു പാത്ത് ഡിഫറൻസ് ഇതിൻ്റെ അകത്തൂടെ ഈ വേവ് ഇതിൻ്റെ അകത്തൂടെ മൂവ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഡിസ്റ്റൻസാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് പാത്ത് ഡിഫറൻസ്. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, മൈനസ് ഇത് വി ഡിയും ഇ ഡിയും ആഡ് ചെയ്തു, മൈനസ് ദിസ് വി ഡി പ്ലസ് ഡി ഇ മൈനസ് വി എച്ച്. പിന്നെ ഇത് ഉള്ളിൽ ഫിലിമിൻ്റെ ഉള്ളിലായതുകൊണ്ട് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് പാത്ത് ഡിഫറൻസ് കിട്ടുക. പക്ഷേ ബി എച്ച് പുറത്തായതുകൊണ്ട് എയറിലായതുകൊണ്ട് 1 ആണ് റിഫ്രാക്റ്റ് ഇൻഡെക്സ്. അപ്പോൾ ഇൻറ്റു 1 ഉള്ളത് നമ്മൾ എഴുതുന്നില്ല, ഇൻറ്റു 1 എഴുതുന്നില്ല. ഇനി ബി ഡിയും ഡിയും നമ്മൾ ട്രയാങ്കിളൊക്കെ വെച്ച് കണ്ടുപിടിച്ചു, ബി എച്ചും കണ്ടുപിടിച്ച് ഇക്വേഷനെ കുറിച്ച് അറേഞ്ച് ഒക്കെ ചെയ്ത് ലാസ്റ്റ് ഇക്വേഷൻ ദിസ്. സോ പാത്ത് ഡിഫറൻസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ദ ഫിലിം, തിക്നെസ് ഓഫ് ദ ഫിലിം ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു.